അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല അടിപൊളിയായിട്ട് വൈറ്റൻ ചെയ്ത് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിമ്പിൾസ് മൂലമുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ അറിയാമല്ലോ നമ്മുടെ ഗീവ് അവേ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അറിയാമല്ലോ ഗീവ് അവയുടെ റൂൾസ്. വീഡിയോസിന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാൾക്കൊരു ഗിഫ്റ്റ് ഞാൻ നൽകുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം ഗീവ് അവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നില്ല, നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകണം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നമ്മുടെ ഇത് അങ്ങാടി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണ്. പിന്നെ നമ്മളത് എന്ത് ചെയ്യുക, ആദ്യം നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി നമ്മൾ പാനിനൊക്കെ വെച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, ചൂടാക്കി എടുക്കുക. ചൂടാകുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ചൂടായി കളറ് മാറേണ്ട ഒരു കസ്തൂരി മഞ്ഞളിനൊരു മഞ്ഞ നിറമല്ലേ, അതൊന്ന് മാറാനായിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് എടുക്കാം. കാരണം ഓവർ ചൂടിൻ്റെ ആവശ്യമില്ല ഇവിടെ, നമുക്ക് ആ കളർ മാറി വരുമ്പോൾ എടുക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ സ്റ്റീമർ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്ത് സാധനം ചൂടാക്കുന്നതും വെള്ളം ചൂടാക്കുന്നതെല്ലാം ഇങ്ങനെ സ്റ്റീമർ വെച്ചിട്ടാണ്. കാരണം സെമി ചൂടാകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങ് തിളച്ചങ്ങ് പോകും. അതിൻ്റെ ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ നിറം മാറിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇച്ചിരി തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫേസ് പാക്കിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഗോതമ്പ് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അത്ര മതി. നമ്മൾ എത്രയാണോ ഇതെടുത്തത്, മഞ്ഞൾപ്പൊടി എത്രയാണോ എടുത്തത്, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എത്രയാണോ എടുത്തത്, അതേ അളവിൽ തന്നെ എടുക്കുക. നമ്മുടെ ഗോതമ്പ് പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, കുറയരുതെന്നേ ഉള്ളൂ. ഗോതമ്പ് പൊടി ഇടുക. അതിന് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇച്ചിരി തേന, നമ്മുടെ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങളെ കാലിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. കാലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം കാലിൻ്റെ ഞാൻ ഒരു ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു വെയിറ്റ് ചെയ്യാൻ, ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഫുൾ ഡ്രൈ ആണ് ഇതിനാവശ്യം. ഫുൾ ഡ്രൈ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടില്ല, നന്നായിട്ട് നമ്മുടെ സ്കിന്ന് വൈറ്റൻ ആയിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ അറിയാമല്ലോ, നമ്മൾ പാരമ്പര്യമായിട്ട് അറിയാമല്ലോ, കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിൻ വൈറ്റിനും പിമ്പിൾസ് പോകാനും ഒക്കെ ലേഡീസ് ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. അത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ല, നന്നായിട്ട് നമ്മുടെ സ്കിന്ന് വൈറ്റനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവേ പങ്കെടുക്കണം. അപ്പം ഇന്നത്തേക്ക് ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.